നന്നായിട്ടറിയാം. പക്ഷേ അഖിലിന് പണം കൊടുക്കരുതെന്ന് അത്രയും ഉറപ്പിച്ച് അതും എല്ലാവരും മുന്നിൽ വെച്ച് എന്തിനാ പറഞ്ഞേ? അതെനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അഖില് ജീവിതത്തിൽ മുന്നേറണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അവസാനം അവനോട് തനിച്ച് ഇവന്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ഞാൻ തന്നെയാ. പക്ഷെ ആദ്യമേ തന്നെ അവന് താങ്ങാൻ പറ്റാത്തൊരു ഭാരം എടുക്കുമെന്ന് ഞാൻ കരുതിയില്ലേട്ടാ. പക്ഷേ അവൻ വളരെ കോൺഫിഡന്റ് ആയിട്ടാ പറയുന്നത് ആ ഈവന്റ് ചെയ്യുമെന്ന്. ഏട്ടന് വിശ്വാസമുണ്ടോ അവനെ കൊണ്ട് തനിച്ചൊരു വലിയ ഈവന്റ് ചെയ്യാൻ പറ്റുമെന്ന്? ഇല്ലടോ, അതുകൊണ്ട് ആദ്യം പണം കൊടുക്കില്ലെന്ന് പറഞ്ഞേ. അഖിലിന് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളത് മാത്രമല്ല ഏട്ടാ ഒരു കുറവ്, ഉത്തരവാദിത്വം കുറവാണ് അവന്. ചെലവ് ചെയ്യുന്നതിന് മുൻപ് സമ്പാദിക്കുന്നതിനെ കുറിച്ചാണ് അവൻ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നും അത്ര എളുപ്പത്തിൽ കിട്ടില്ലെന്ന് അവന് മനസ്സിലാകണം. അത്രയെങ്കിലും അവൻ മനസ്സിലാക്കിയില്ലെങ്കിൽ അവന് ചിലപ്പോ ചെലവ് അധികമാവും. ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഭാവിയിൽ കൈ കടിച്ചിട്ട് അവൻ പരാജയപ്പെട്ടു പോവും. അഖിലിനേട്ടന് 10 ലക്ഷം രൂപ കൊടുത്താൽ ചിലപ്പോ അവൻ നന്നായി ജോലി തുടങ്ങിയെന്ന് വരാം. പക്ഷേ കിട്ടുന്ന പണം അവൻ സൂക്ഷിച്ച് ചെലവാക്കിയെന്ന് വരില്ല. അത് പറയാൻ കാരണം അത് അവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം അല്ല, അവന്റെ ചേട്ടൻ കൊടുത്ത പണം മാത്രമാണ്. ഒരുപക്ഷെ ആ 10 ലക്ഷം രൂപ അവൻ മറ്റെവിടെന്നെങ്കിലും കടം വാങ്ങാമെന്ന് വിചാരിക്കുമായിരിക്കും. അത്രയും വലിയൊരു തുക അവന് കടമായിട്ട് കിട്ടുകയില്ല. അതിനുവേണ്ടി അവൻ കഷ്ടപ്പെടും. അപ്പോ ഓരോ രൂപയും അവൻ സമാധാനമായിട്ട് ആലോചിച്ച് മാത്രമേ പണം ചെലവാക്കുള്ളൂ. ആ പണത്തിന് അവന്റെ കഷ്ടപ്പാടുള്ളത് കൊണ്ട് അവന് ഉത്തരവാദിത്വം കൂടും. എപ്പോ കഷ്ടപ്പാടിന്റെ വിലയും ഉത്തരവാദിത്ത ബോധവും അറിയുന്നുവോ അപ്പൊ അവന്റെ മനസ്സിൽ മറ്റു ചിന്തകളൊന്നും ഉണ്ടാവില്ല ഏട്ടാ. അതുകൊണ്ട് തന്നെ അവൻ എടുക്കുന്ന തീരുമാനങ്ങൾ സ്ട്രോങ്ങും സക്സസ്ഫുള്ളും ആയിരിക്കും. അഖിലിന് അങ്ങനെയുള്ള ഒരു ഉയർച്ചയെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏട്ടാ. ഓരോ ചുവടും അവൻ തന്നെ എടുത്തു വെക്കണം. വെക്കുന്ന ചുവട് ശക്തവുമായിരിക്കണം. അതല്ലാതെ ഇങ്ങനെ ഏട്ടൻ പണം കൊടുത്ത് അത് മിസ്യൂസ് ചെയ്ത് തുടക്കത്തിലെ അവൻ നശിച്ചു പോയാ അതിനുശേഷം പിന്നെ അവനൊന്നും ചെയ്യാൻ പറ്റാതായി പോകും ഏട്ടാ. അതുകൊണ്ടാ അവന് പണം കൊടുക്കണ്ടെന്ന് അവരുടെ മുന്നിൽ വെച്ച് പറയാൻ കാരണം. മോനെ അഖിൽ, നിന്റെ വസുവട്ടത്തെ എന്തു പറഞ്ഞാലും നിന്റെ നല്ലതിനു വേണ്ടിയാ. നിന്റെ കുട്ടിക്കാലം മുതലേ നീ നിന്റെ ഏട്ടനെ കാണുന്നതല്ലേ. നിനക്ക് സ്കൂളിൽ എന്തെങ്കിലും സമ്മാനം കിട്ടിയാൽ നിന്നേക്കാൾ അധികം സന്തോഷിക്കുന്നത് നിന്റെ ഏട്ടനാ. നീ സ്വന്തമായി മുന്നേറുന്നതിൽ അവർ തടസ്സം നിൽക്കൂ. നിന്റെ ഏട്ടത്തിമാരെ പറ്റി എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാമല്ലോ. ശരിക്കും പറഞ്ഞാൽ അവർ രണ്ടുപേരും നിനക്ക് അമ്മ തന്നെയാണ്. നീ മുന്നേറിയാൽ അവരുടെ സ്വന്തം മകൻ മുന്നേറും പോലെ അവർ സന്തോഷിക്കും. ദയവ് ചെയ്ത് നിന്റെ ഏട്ടന്മാരെയും ഏട്ടത്തിമാരെയും നീ തെറ്റിദ്ധരിക്കരുത് അഖിൽ. ഇതൊരു അച്ഛനായിട്ട് ഞാൻ നിന്നോട് പറയുന്നതല്ല. നീ ഞങ്ങളുടെ അവസാനത്തെ പുത്രനാ. നീ വിഷമിച്ചാൽ എനിക്ക് നിന്റെ അമ്മയ്ക്കും അത് സഹിക്കാൻ കഴിയില്ല. എന്താടാ കൊച്ചുമോനെ, ഇനിയെങ്ങാനും നിന്റെ അച്ഛൻ വന്ന് പറഞ്ഞിട്ട് പോയതൊക്കെ സത്യാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നേ? അതൊക്കെ നിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി പറഞ്ഞതാ. അതെ അഖിൽ, നീ സ്വന്തമായിട്ട് ഈവൻ ചെയ്യുന്നത് നിനക്കും എനിക്കും ആന്റിക്കും അല്ലാതെ ഈ വീട്ടിലെ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ടാ വസുവേട്ടത്തി നിനക്ക് കാശ് തരണ്ടാന്ന് പറഞ്ഞ. ആ വസുവിന് നീ എന്തുമാത്രം ബഹുമാനം കൊടുത്തതാ. എപ്പോഴും എടുത്തിയെ എടുത്തിയെന്ന് വിളിച്ച് അവളെ പിന്നാലെ നടക്കല്ലായിരുന്നോ? ഒരു ജോലിക്കാരനെ പോലെ പരിചരിച്ചു. അതിന് പകരം അവള് നിനക്ക് എന്ത് കോപ്പാടാ തന്നത്. നിന്റെ ഏട്ടനെ തന്നെ നിനക്ക് ശത്രുവാക്കി മാറ്റിയില്ലേ? നിന്റെ അച്ഛനെയും അമ്മയും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലും ആക്കി. നീ തല കുനിച്ച് നിൽക്കേണ്ട സ്ഥിതിവിശേഷമായി.
ഇന്ന് ഈ വീട്ടില് നമ്മുടെ സ്ഥാനം എന്താണെന്നുള്ളത് നിനക്ക് മനസ്സിലായില്ലേ? അവര് തന്നാ കഴിക്കാം, വഴക്ക് പറഞ്ഞ കേക്കണം. നമുക്കിവിടെ ഒരു വിലയില്ല. ഈ കാര്യം എനിക്ക് എന്നേ മനസ്സിലായതാ. പക്ഷേ ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോന്നറിയില്ല. ഇത്രയും നടന്നതിന് ശേഷവും അതൊന്നും മനസ്സിലാക്കാതിരിക്കാൻ ഇവൻ അത്ര മണ്ടനൊന്നും അല്ല, ബുദ്ധിശാലിയാ. എടാ കൊച്ചുമോനെ, ഇങ്ങനെ മിണ്ടാതിരുന്ന ഒന്നും നടക്കില്ല. നീ ആരാണെന്ന് ഇവരുടെ മുന്നിൽ തെളിയിക്കണം. നീ ഉയരുന്നത് കണ്ടിട്ട് ഇവർക്കൊക്കെ ആകെ അസൂയായിരിക്കേടാ. ഇവരുടെ വാക്ക് കേട്ടാ നീ മുന്നേറില്ല. നിന്റെ വഴി നീ തെരഞ്ഞെടുക്ക. യെസ് അഖിൽ, ഡു സംതിങ്. നിന്റെ ഏട്ടനും ഏട്ടത്തിയും ഷോക്ക് ആകണം. നിനക്ക് ഈ വീട്ടിലൊരു സ്ഥാനം ഉണ്ടാകണം. അതാണ് ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അഖിൽ ഇപ്പോ എന്ത് ചെയ്യും ആന്റി? എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നീ പറഞ്ഞല്ലേ? വൈകുന്നേരത്തിനുള്ളിൽ അവൻ എന്തെങ്കിലും ചെയ്യും. കാത്തിരുന്ന് കാണാം. താൻ കറക്റ്റായിട്ടാ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ അമ്മയുടെ കണ്ണില്, അഖിലിന്റെയും കാർത്തികയുടെ കണ്ണില്, ഇളയമ്മയുടെ മുമ്പില് താനൊരു മോശക്കാരിയായി. എന്റെ അനിയൻ മുന്നേറാൻ വേണ്ടി ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. അഖിൽ എന്നെ ഒരിക്കൽ മനസ്സിലാക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഏട്ടാ. അതാണ് എല്ലാവരും വിചാരിക്കുന്നത്. അഖിൽ മാറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതായിരിക്കും. എനിവേ, ഇന്നും അമ്മയോട് കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. ഇനിയൊരു അവസരത്തിൽ പറയാം. താൻ ഒന്നുകൊണ്ടും വെറിയിടാവണ്ട. ഇപ്പൊ നമ്മുടെ കാര്യത്തെക്കാൾ അഖിലിന്റെ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അവൻ തന്നെ മനസ്സിലാക്കുന്നു താൻ വിശ്വസിക്കുന്നുണ്ടല്ലോ. ആ ഹോപ്പോട് കൂടി തന്നെ ഇരിക്കണം. ഒരുപാട് ടെൻഷൻ ആവരുത്. അഖിലിന് താൻ നല്ലത് തന്നെയാ ചെയ്യുന്നത്. ടേക്ക് കെയർ. ഇതെന്താ ഷവറിൽ വെള്ളം വരാത്തത്? ഇതിലും വെള്ളം വരുന്നില്ലല്ലോ. വാട്ടർ ടാങ്ക് എംപ്റ്റി ആയി കാണുമെന്തോ. ഇപ്പൊ ഞാൻ എങ്ങനെ കുളിക്കും? കാർത്തികേ, എന്താ? നീ ഇതെങ്ങോട്ടേ തിടുക്കത്തില്? എന്റെ വാഷ്റൂമിൽ വെള്ളം വരുന്നില്ല. ആ, എന്റെ റൂമിലും വരുന്നില്ലടി. മോട്ടോർ ചീത്തയായെന്ന് റിപ്പയർ ചെയ്യുന്നവൻ ഉച്ചയ്ക്ക് വരുള്ളൂ എന്നാ പറഞ്ഞേ. ആഫ്റ്റർനൂൺ വരെ ഞാൻ കുളിക്കാതിരിക്കണമെന്നാണോ? അത്രയും നേരം നീ എന്തിനാ കാത്തിരിക്കുന്നേ? അതുവരെ വെള്ളം വരില്ലല്ലോ. ആ, പുറത്തുള്ള ടാപ്പിൽ നോക്കിയേ, അതില് വെള്ളം വരുന്നുണ്ട്. ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കൊണ്ടുപോയി കുളിച്ചോ. പുറത്തു പോയി ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരണോന്നോ? ആ, കുളിക്കണമെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. വേറെ വഴിയില്ല അല്ലേ? കാർത്തിക, അമ്മേ, എന്തിനാ വിളിച്ചേ? ബക്കറ്റ് എടുത്തോണ്ട് നീ ഇതെങ്ങോട്ടാ? എന്റെ വാഷ്റൂമിലാണെങ്കിൽ വെള്ളം വരുന്നില്ല. കുളിക്കാനായിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി ഞാൻ പോകുന്നതാ അമ്മേ. വിവരമുണ്ടോ നിനക്ക്? പുറത്തുനിന്ന് വെള്ളം എടുത്തോണ്ട് വരാൻ നിനക്ക് ആരാ ഐഡിയ തന്നത്? ആന്റി. ഏട്ടത്തിക്കും വിവരമില്ലേ? എന്ത് പറ്റി എടുത്തി? എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നേ? കാർത്തികയ്ക്കോ അറിയില്ല, ഏട്ടത്തിക്കും അറിയില്ലേ? അമ്മ എന്തിനാ ഇപ്പൊ നമ്മൾ രണ്ടുപേരും വഴക്കു പറയുന്നത്? ഗർഭിണിയായിരിക്കുന്ന പെണ്ണ് വെയിറ്റ് എടുക്കാൻ പാടില്ലെന്ന് എന്താ അറിയില്ലേ? അതിനോട് ഗർഭിണിയാണെന്ന് പറഞ്ഞ് അഭിനയിക്കുന്നതല്ലേ. ഞാൻ ആ കാര്യം മറന്നും പോയി.
ഗർഭിണിയായിരിക്കുന്ന ഒരു വെയിറ്റ് എടുത്താ വയറുവേദന വരുമെന്നും അബോർഷൻ ആകാനുള്ള ചാൻസ് ഉണ്ടാകുമെന്നും അറിയില്ലേ? അത് പിന്നെ എടുത്തി അത് കാർത്തിക കുളിക്കണോന്ന് പറഞ്ഞപ്പോ നീയും ഇതെന്താ കാണിക്കുന്ന കാർത്തികേ? അറിവും വിദ്യാഭ്യാസവും ഇല്ലേ? പ്രഗ്നൻസി ടൈമില് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ലെന്ന് അല്പം പോലും നിനക്കറിയില്ലേ? സോറി അമ്മേ. ഇനി എന്തിനാ സോറി? സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചാ പിന്നെ എന്തുമാത്രം വിഷമിക്കേണ്ടി വരും? നിനക്ക് വെള്ളം വേണോന്നുണ്ടെങ്കിൽ വേറെ ആരുടെയെങ്കിലും സഹായം ആവശ്യപ്പെട്ടൂടെ? ഈ വീട്ടിൽ വേറെ ആരും ഇല്ലേ? ആര് പറഞ്ഞില്ലാന്ന്? കാർത്തികയുടെ കൂടെ നിന്ന് എല്ലാ കാര്യവും നോക്കണമെന്ന് പറഞ്ഞ സാക്ഷാൽ ആ വസു ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ എന്ത് പ്രയോജനം? അവൾ അവളുടെ റൂമിലാ. കാർത്തിക അവള് നോക്കുന്നുണ്ടെങ്കിലല്ലേ. എന്താ വസു, എത്ര പ്രാവശ്യം നിന്നോട് പറയണം കാർത്തികയെ നന്നായി ശ്രദ്ധിച്ചോളാൻ? വീണ്ടും വീണ്ടും നിന്നോട് പറയണോ? ഏട്ടത്തിയുടെ വാക്കിന് വസു ആണെങ്കിൽ ഒരു വിലയും കൊടുക്കുന്നില്ല. അഖിലിന് കാശ് കൊടുക്കുന്നതിന് തടസ്സം നിന്നവളാ. അപ്പൊ കാർത്തികയ്ക്ക് എന്ത് സഹായം ചെയ്യാനാ? എല്ലാം അവളുടെ തന്നിഷ്ട. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അമ്മേ. പിന്നെ എന്തുദ്ദേശത്തോടെയാ അഖിലിന് കാശ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞത്? കൊടുക്കാന്ന് പറഞ്ഞ അബിയെയും നീ എന്തിനാ തടഞ്ഞത്? എല്ലാം അഖിലിന്റെ നല്ലതിന് വേണ്ടി തന്നെ അമ്മേ. അന്നേരം ഞാൻ പറഞ്ഞതൊക്കെ അമ്മയ്ക്ക് ചിലപ്പോ തെറ്റായിട്ട് തോന്നിയിരിക്കാം. പക്ഷെ നാളെ നമ്മുടെ അഖിൽ ഉയർന്ന ഒരു പൊസിഷനിൽ എത്തുമ്പോ അമ്മയ്ക്ക് തന്നെ അത് മനസ്സിലാകും. അപ്പൊ പറഞ്ഞതല്ലോ ഇപ്പൊ പറയുന്നേ. ഇപ്പോഴാണ് നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നത്. അഖിലിന് കാശ് കൊടുക്കാതെ തടഞ്ഞ് അവൻ ബിസിനസ്സിൽ ഉയരാത്ത വിധത്തിലാക്കി. കാർത്തികയ്ക്ക് സഹായം ചെയ്യാതെ അവളെ കൊണ്ട് തന്നെ ജോലി ചെയ്യിപ്പിച്ച് അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ വളരാൻ നീ അനുവദിക്കില്ല. അതല്ലേ ശരി? ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ പിന്നെ നിന്നോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല വസു. ഭഗവാൻ സത്യം, ഞാൻ തെറ്റായിട്ടൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അല്ലാതെ പിന്നെ ഏട്ടത്തിയൊന്നും മിണ്ടാതിരിക്കേ. ദേ നോക്ക് വസു, നീ എന്ത് ചെയ്താലും അത് അതുപോലെ നടക്കുമെന്ന് വിചാരിക്കരുത്. ഈ വീട്ടിലെ ഞാനുണ്ട്, എനിക്കിവിടെ ഒരു അധികാരവും ഉണ്ട്. നീ അതിനോട് പൊരുത്തപ്പെട്ട് ജീവിച്ചേ പറ്റൂ. അമ്മ എനിക്ക് സ്വന്തം അമ്മയെ പോലെയാ. അമ്മയുടെ വാക്കിനെ ഞാൻ ഒരിക്കലും ധിക്കരിക്കില്ല. കാർത്തികയുടെ വാഷ്റൂമിൽ വെള്ളം വരുന്നില്ലെന്ന്. അവൾക്കിപ്പോ കുളിക്കണം. വെളിയിലെ ടാപ്പിൽ വെള്ളം വരുന്നുണ്ട്. 2-3 ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് വന്ന് അവളുടെ വാഷ്റൂമിൽ വയ്ക്കേ. ഗർഭിണിയായിരിക്കുമ്പോ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയൂ വസു. നിനക്ക് പകരം ഞാൻ വെള്ളം കൊണ്ടുപോയി കൊടുക്കാം. അയ്യോ വേണ്ടമ്മേ, ഞാൻ തന്നെ വെള്ളം കൊണ്ടുവരാം.
കാർത്തിക, ഇനി ഇതുപോലെയുള്ള അബദ്ധങ്ങളൊന്നും ചെയ്തേക്കരുത്. ഏട്ടത്തി, ഇനി ഇതുപോലെ കാർത്തികയ്ക്ക് തെറ്റായ ഐഡിയാസ് ഒന്നും കൊടുക്കരുത്. ആ ശരി എടുത്തി. ആ നിന്റെ അമ്മായിയമ്മ വഴക്ക് പറഞ്ഞങ്ങ് പോട്ടെ, പക്ഷെ പശുവിന് കണക്കിന് കിട്ടി. അതെ ആന്റി, വെള്ളം കൊണ്ടുവരുന്ന ജോലിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഈ പണി വസുവേട്ടത്തേക്ക് കൊടുത്തതിൽ എനിക്ക് സന്തോഷമായി. ഓങ്കാരം ശംഖിൽ ചേരുമ്പോൾ ഈറൻ മാറുന്ന വെൺമലരേ, ഓരോരോ നാളും മിന്നുമ്പോൾ താനെ നീറുന്ന പെൺമലരേ, ആരാരും കാണാതെങ്ങോ പൂക്കുന്നു നീ, തൂമഞ്ഞിൽ കണ്ണീരെന്തേ വാർക്കുന്നു നീ, നോവിന്റെ സിന്ദൂരം ചൂടുന്ന പൂവേ, ഓങ്കാരം ശംഖിൽ ചേരുമ്പോൾ ഈറൻ മാറുന്ന വെൺമലരേ, ഓരോരോ നാളും മിന്നുമ്പോൾ താനെ നീറുന്ന പെൺമലരേ. തന്നെത്താനെ എന്നെന്നും നേദിക്കുന്നോ നീ നിന്നെ, പൈതൽ പുന്നാരം ചൊല്ലും നേരം. ഏട്ടത്തി, 2 ബക്കറ്റ് വെള്ളം തികയില്ല. 1 ബക്കറ്റും കൂടി കൊണ്ടുവരാവോ പ്ലീസ്? ആ വസുവിന് ഇത് തന്നെ വേണം അല്ലടി. പിന്നല്ലാതെ അഖിലിന് കാശ് കൊടുക്കാതെ തടസ്സം നിന്നതല്ലേ. ഇങ്ങനെ തന്നെ വസുവേട്ടത്തിയെ പനിഷ് ചെയ്യണം. നീ എന്താ അവിടെ ചെയ്യുന്ന വസു? കാർത്തികയുടെ റൂമിലെ വാഷ്റൂമിലെ വെള്ളം വരുന്നില്ല ചേച്ചി. അതിന് നീ എടുത്തുകൊണ്ടുപോയി കൊടുക്കണോ? വിവരമുണ്ടോ നിനക്ക്? നീ ഗർഭിണിയാണെന്ന കാര്യം മറന്നോ? വെയിറ്റ് എടുത്താൽ എന്തുമാത്രം അപകടം ഉണ്ടാവുമെന്ന് നിനക്കറിയില്ലേ? കാർത്തികയും ഗർഭിണി തന്നെയല്ലേ ചേച്ചി? അതുകൊണ്ട് അമ്മ നിന്നോട് വെള്ളം എടുത്തോണ്ട് പോകാൻ പറഞ്ഞോ? നീയും ഇപ്പൊ ഗർഭിണിയായിരിക്കല്ലേ? പക്ഷെ അമ്മയ്ക്ക് ആ കാര്യം അറിയില്ലല്ലോ ചേച്ചി. നിന്നെ പറ്റി കൂടി അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. ഇന്നും കൂടി ഞങ്ങൾ അമ്മയോട് പറയണമെന്ന് വിചാരിച്ചതാ ചേച്ചി. പക്ഷെ അത് പറയാൻ കഴിഞ്ഞില്ല. എത്രയും പെട്ടെന്ന് തന്നെ പറയാന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊരു ദിവസം പെട്ടെന്ന് ഉണ്ടാവട്ടെ. ശരി, ഞാൻ ഈ വെള്ളം എടുത്തോണ്ട് വരാം. നീ പൊയ്ക്കോ. സാരമില്ല ചേച്ചി, ഞാൻ തന്നെ എടുത്തിട്ട് പൊക്കോളാം.
പറയുന്നത് കേൾക്കു വസു. വെയിറ്റ് എടുക്കരുതെന്ന് പറഞ്ഞാ എടുത്തേ തീരുന്ന് വെച്ചാ കുഴപ്പമില്ല ചേച്ചി. ഒറ്റ അടി തന്നലുണ്ടല്ലോ. നീ നിന്റെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. കിച്ചന്റെ അടുത്ത് പോലും നിന്നെ കാണരുത്. ആഹാരമൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്താ വസു നീ ഇങ്ങനെ നോക്കുന്നേ? അമ്മയില്ലാത്തൊരു കുറവ് ചേച്ചി തീർത്തോണ്ടിരിക്കുക. പറയുന്നൊന്നും കേൾക്കാൻ വയ്യ. ഇങ്ങനെയൊക്കെ പറയാൻ നന്നായിട്ട് അറിയാം. എന്നാ ചെല്ല്. എന്താ പവനെ, നീ എന്തിനാ വെള്ളം കൊണ്ടുവരുന്നേ? വസുവിനെ എടുത്തോണ്ട് വന്നൂടെ? നിങ്ങൾക്ക് വെള്ളമല്ലേ വേണ്ടത്? അതിന് വസു തന്നെ കൊണ്ടുവയ്ക്കണമെന്നുണ്ടോ? കാർത്തികയോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ. വസുവിനോട് ഇതൊന്നും പറയാതെ ഇളയമ്മയ്ക്ക് തന്നെ വെള്ളം എടുത്തോണ്ട് വയ്ക്കാൻ പാടില്ലായിരുന്നോ? എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കല്ലേ. വസു, നീ ചെന്ന് റെസ്റ്റ് എടുക്ക്.